വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കപ്പ് നൂഡിൽസ്. എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ് അല്ലേ, വളരെ ഈസിയുമാണ് ഉണ്ടാക്കാൻ. ഒരു കപ്പ് നൂഡിൽസ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി, നൂഡിൽസ് റെഡിയാവും. പക്ഷേ പ്രത്യേകിച്ച് വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ദഹനത്തിന് ഒട്ടും നല്ലതല്ല. മാത്രമല്ല ഇതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലാണ്, അൺഹെൽത്തി ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റും കൂടുതലാണ്. ഇത് ഹൈ കൊളസ്ട്രോളിനും ഹൈ ഷുഗറിനും ഹൈ BP-ക്കും എല്ലാം കാരണമാകും. മാത്രമല്ല മെറ്റബോളിക് സംബന്ധമായ മറ്റ് അസുഖങ്ങൾക്കും കാരണമാവാറുണ്ട്. വയറിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതിനും കൊഴുപ്പടിഞ്ഞുകൂടുന്നതിന് കാരണമാവാറുണ്ട്. സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും റെഗുലറായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ മെൻ്റൽ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള അവസ്ഥകളും വരാം. ഇതിൽ ബിസ്ഫിനോൾ A എന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാൻസർ റിസ്ക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവാറുണ്ട്. ഇതിൽ TBHQ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഹൈഡ്രോക്വിനോൺ എന്ന് പറയുന്ന ഒരു പെട്രോളിയം ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഈ കെമിക്കൽ അടങ്ങിയ ഭക്ഷണം റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ DNA ഡാമേജ് വരെ സംഭവിക്കാം. ഇത്തരം കപ്പ് നൂഡിൽസിൽ സോഡിയത്തിൻ്റെ അളവും കൂടുതലാണ്. അതുകൊണ്ട് ബ്ലഡ് പ്രഷർ വർദ്ധിക്കാം. മാത്രമല്ല ഒരുപാട് അളവിൽ സോഡിയം കഴിക്കുന്നത് മൊത്തത്തിൽ ശരീരത്തിന് അത്ര നല്ലതല്ല. അമിതമായിട്ട് വണ്ണം വയ്ക്കുന്നതിനും ഒക്കെ അത് കാരണമാവാറുണ്ട്. ഇഡിമ പോലുള്ള അവസ്ഥകളൊക്കെ വരാം. മാത്രമല്ല ഒരുപാട് അളവിൽ മറ്റ് പ്രിസർവേറ്റീവ്സും ആഡഡ് ഫ്ലവേഴ്സും ഒക്കെ ഇതിൽ ഉണ്ട്. മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഒരു പരിധി അളവ് വരെ MSG കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ അമിതമായിട്ടുള്ള അളവിൽ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിനും മറ്റ് സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവാം. ഇത് ഹൈ കലോറിയും ലോ ന്യൂട്രീഷണൽ വാല്യൂവുമാണ്. പ്രത്യേകിച്ച് ഇതിൽ മിനറൽസും വൈറ്റമിൻസോ ഒന്നും അടങ്ങിയിട്ടുമില്ല.